തമിഴ്നാട് ബി.ജെ.പി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. അണ്ണാമലയുമായുള്ള അടുത്ത ബന്ധമുള്ളവരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ബി.ജെ.പി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം പാർട്ടിയുമായി അണ്ണാമലൈ അകൽച്ചയിലാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അണ്ണാമലയ്ക്ക് സീറ്റ് നൽകിയിരുന്നില്ല. പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ജൂൺ 3 ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അണ്ണാമലയെ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നയനാർ നാഗേന്ദ്രനെ നിയോഗിച്ചിരുന്നു. എന്നാൽ അടുത്തിടെ നടന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊരു സീറ്റ് മാത്രമേ നേടാനായുള്ളൂ. തിരഞ്ഞെടുപ്പിൽ മോശം പ്രകടനമാണ് പാർട്ടി കാഴ്ചവെച്ചത്. പിന്നാലെ അണ്ണാമലൈ ബി.ജെ.പി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. CBSEയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ത്രിഭാഷാ ഫോർമുലയെ അണ്ണാമലൈ പരസ്യമായി വിമർശിച്ചതും പാർട്ടി രൂപീകരണത്തിലുള്ള ഊഹാപോഹത്തിന് ആക്കം കൂട്ടി. ഫോർമുല അനാവശ്യമായ മാനസിക സമ്മർദ്ദം കുട്ടികളിലും രക്ഷിതാക്കളിലും ചെലുത്തുമെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AIADMKയുമായുള്ള സഖ്യം പുനരുജ്ജീവിപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ തീരുമാനത്തിൽ അണ്ണാമലൈ അതൃപ്തനായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ അദ്ദേഹം പാർട്ടി നിലപാട് സ്വീകരിക്കുകയും NDAക്ക് വേണ്ടി വ്യാപകമായി പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു. TVKയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് അദ്ദേഹം നിരന്തരം ഉയർത്തുന്നത്. ഇതിനിടെ അണ്ണാമലയെ ദേശീയ നേതൃത്വത്തിലെ ഉയർന്ന പദവികളിലേക്ക് പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ 2021 മുതൽ 2025 വരെയാണ് തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷ പദവിയിലിരുന്നത്. എന്നാൽ CN അണ്ണാദുരയെയും ജയലളിതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവാദ പരാമർശങ്ങളും AIADMKയെ അകറ്റി. എന്നാൽ ഇത് സഖ്യത്തിന്റെ തകർച്ചയ്ക്കും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികൾക്കും വൻ തിരിച്ചടിക്കും കാരണമായി. മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ 2021 ജൂലൈയിൽ തന്റെ 37ാം വയസ്സിലാണ് തമിഴ്നാട് ബി.ജെ.പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായി ചുമതലയേറ്റത്. 2023 സെപ്റ്റംബറിൽ ബി.ജെ.പി AIADMK സഖ്യം തകർന്നതിനു ശേഷം AIADMK നേതൃത്വത്തിന്റെ കടുത്ത വിമർശകനായി അണ്ണാമലൈ മാറിയിരുന്നു. സഖ്യം തകരാൻ കാരണം അണ്ണാമലയാണെന്ന ധാരണ നിലനിൽക്കെയാണ് 2025 ബി.ജെ.പി വീണ്ടും AIADMKയുമായി സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചതും അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതും. അതേസമയം അണ്ണാമലൈ പാർട്ടി വിടുമെന്ന വാർത്തകൾ മുതിർന്ന ബി.ജെ.പി നേതാക്കൾ നിഷേധിച്ചു. അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പദ്ധതിയിടുന്നതായി തങ്ങൾക്ക് അറിവില്ലെന്നും ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയുണ്ടെന്നും ബി.ജെ.പി നേതാക്കൾ പറഞ്ഞു. അണ്ണാമലയ്ക്ക് ദേശീയ പദവി നൽകിയേക്കും എന്നും അഭ്യൂഹമുണ്ട്. മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ 2021 മുതൽ 2025 വരെ ബി.ജെ.പിയെ നയിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആക്രമണാത്മക സമീപനവും CN അണ്ണാദുരയെയും ജയലളിതയെയും കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളും AIADMK പാർട്ടിയിൽ നിന്ന് അകറ്റി. ഇത് സഖ്യത്തിന്റെ തകർച്ചയ്ക്കും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികൾക്കും വൻ തിരിച്ചടിക്കും കാരണമായി. പുതുക്കിയ സഖ്യത്തിനുള്ള ഒരു വ്യവസ്ഥയായി AIADMK മേധാവി എടപ്പാടി കെ പളനിസ്വാമി ബി.ജെ.പിയുടെ നേതൃമാറ്റം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. അതേസമയം CBSE ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 3ാം ഭാഷ നിർബന്ധമാക്കിയ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വിജ്ഞാപനത്തെ വിമർശിച്ച തമിഴ്നാട് ബി.ജെ.പി നേതാവ് കെ അണ്ണാമലൈ രംഗത്തെത്തിയിരുന്നു. ഈ നീക്കം വിദ്യാർത്ഥികൾക്ക് അനാവശ്യമായ അക്കാദമിക് ഭാരം വരുത്തിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് തമിഴ്നാട്ടിൽ വിമർശനം നേരിടുന്ന ഈ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. മെയ് 15 CBSE പുറത്തിറക്കിയ സർക്കുലറിൽ 9-10 ക്ലാസുകളിലെ ഭാഷാ നയത്തിൽ ഒരു പ്രധാന മാറ്റം പ്രഖ്യാപിച്ചു. ഈ വർഷം ജൂലൈ 1 മുതൽ 2026-27 അക്കാദമിക് സെഷനിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ CBSE അഫിലിയേറ്റ് ചെയ്ത എല്ലാ സ്കൂളുകളിലും അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി 3 ഭാഷകൾ പഠിക്കേണ്ടി വരുമെന്ന വിജ്ഞാപനത്തിൽ പറയുന്നു. എന്നിരുന്നാലും 3ാം ഭാഷയ്ക്ക് 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ ഉണ്ടാകില്ല. 6ാം ക്ലാസ്സിലെ 3 ഭാഷാ നിയമത്തിന്റെ പ്രാരംഭ വക്താക്കളിൽ ഒരാളായിരുന്നു താനെങ്കിലും പ്രതീക്ഷിച്ചതിന് 3 വർഷം മുമ്പ് 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അതേ ചട്ടക്കൂട് നടപ്പിലാക്കാനുള്ള CBSEയുടെ ശ്രമം സ്വന്തം പ്രതിബദ്ധതയുടെ നേരിട്ടുള്ള ലംഘനമാണെന്ന് അണ്ണാമലൈ Xലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. 2026 ഏപ്രിലിൽ പുറത്തിറക്കിയ അതേ വിജ്ഞാപനത്തിൽ തന്നെ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് കുട്ടികൾക്കുള്ള 3ാം ഭാഷ 2029-30 അധ്യയന വർഷം മുതൽ മാത്രമേ നിർബന്ധമാക്കൂ എന്ന് വ്യക്തമായി പരാമർശിച്ചിരുന്നു. അതായത് ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ്. എന്നിരുന്നാലും 2026 മെയ് 15 CBSE എല്ലാ അഫിലിയേറ്റഡ് സ്കൂളുകൾക്കും 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 3ാം നിർബന്ധിത ഭാഷ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വിജ്ഞാപനം അയച്ചു. 2029-30 അധ്യയന വർഷം മുതൽ മാത്രം ഇത് നിർബന്ധിതമാക്കാനുള്ള മുൻ പ്രതിബദ്ധത പിൻവലിച്ചുവെന്നും അണ്ണാമലൈ തന്റെ ട്വീറ്റിൽ വ്യക്തമാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.